ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കല്യാണ വ്ളോഗാണ് കാണാൻ വേണ്ടി പോകണമെന്ന്. മുഖം ഭയങ്കര ഡള്ളായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്താഫി ഓഡിറ്റോറിയത്തിൽ ഞാൻ കയറി വന്നത് ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര മെസ്സായിരുന്നു. റൂം ഇങ്ങനെയെങ്കിലും ആക്കിയെടുത്തത് ഞാനാണ് കേട്ടോ. ഇവിടെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് ഒരു സാധനം പോലും ഇല്ല. മാത്രമല്ല വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പൈപ്പിൽ നിന്ന്. ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ആകെ ഡിസ്റ്റർബ്ഡായി ഇനീഷ്യലി. ലൈക്ക് ആകെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ടാണ് വിരിച്ചത്. അതിനുശേഷം മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു. പിന്നെ ഭയങ്കര ഹറിബറി ആയിരുന്നു കേട്ടോ. നമുക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന നിസ്സാനാണ്. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ആൾക്കാർക്കും അറിയാമായിരിക്കും. അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് എനിക്ക് അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുഹൂർത്തം വന്നിട്ട് 12:15 ഒരു 1:30 12:45 1:30 ഇടയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയം ഉണ്ടായിരുന്നു നേരത്തെ എഴുന്നേറ്റ്. എനിക്ക് എൻ്റെ ഒരു വലിയൊരു നൈറ്റ് മെയർ ആയിരുന്നു നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുമോ കല്യാണത്തിന്. അതായത് ഉറക്കവേ കുറവായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് 3 മണി 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി കുളിച്ച് റെഡി ആയിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതൊന്നും ഇല്ലാതെ എനിക്ക് കൂളായിട്ട് തന്നെ പോകാൻ വേണ്ടി പറ്റി. പക്ഷെ എന്നാലും കുറച്ച് ഹറിബറി ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യാൻ നേരത്തെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രഷറിലായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം എല്ലാവരും വന്നിട്ട് പെട്ടെന്ന് ചെയ്യണം, സമയമായി, ആൾക്കാർ വന്നു തുടങ്ങി. ഇങ്ങനെ ഓരോരുത്തർ വന്ന് പറയുമ്പോഴേ എനിക്ക് ആകെ മൊത്തം കിളി പോയി തുടങ്ങി. ആ ഒരു പ്രഷർ ഉണ്ടായിരുന്നു നല്ലോണം. ഫൈനലി ഭയങ്കര കൂളായിട്ട് എനിക്ക് നിസാൻ ആ ഒരു പറഞ്ഞ ടൈമിനേക്കാൾ മുൻപേ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായി. ഈ പറഞ്ഞതുപോലത്തെ അതിന് ശേഷം നമുക്ക് കാല് തൊട്ട് തൊഴൽ, അതേപോലെ തന്നെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു 12 മണിക്ക് ആയപ്പോഴേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12 മണിക്ക് ആയപ്പോഴേലും ഹരിയും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ അവരെ വെൽക്കം ചെയ്ത് അവരിരുന്നതിന് ശേഷമാണ് നമ്മൾ വരുന്നത്. ഇതേപോലെ എനിക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സാരി ഉടുക്കുമ്പോഴേലും ഹീൽസ് ഇട്ടിട്ടായിരുന്നു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഹീൽസ് ഇടാതെ ഇറങ്ങി വരുമ്പോഴേലും ഇപ്പം ഞാൻ ഹീൽസ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മണ്ഡപത്തിൽ കയറുമ്പോൾ ഞാൻ ഇപ്പം ഞാൻ ഹീൽസ് ഇട്ടിട്ടില്ല. ഞാൻ എവിടുന്നോ വഴിയിൽ നിന്ന് ഊരി വെച്ചിട്ടുണ്ടായി. അതാണെങ്കിൽ എൻ്റെ ആ ഒരു ചെരുപ്പ് സാരിയുടെ എവിടെയോ കുടുങ്ങിയിട്ട് വലിയുന്നു, നടക്കാൻ ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഊരി വരുമോ എന്നുള്ള ടെൻഷൻ വേറെ. അപ്പോൾ ഞാൻ ചെരുപ്പ് അവിടെ ഊരി വെച്ചു കേട്ടോ. അങ്ങനെ ആ ഒരു ടെൻഷനിൽ ഞാനിങ്ങനെ നടന്നു വരാണ്. പറഞ്ഞതുപോലെ തന്നെ ഹീൽസ് ഇട്ടുകൊണ്ട് സാരി കുറച്ചും കൂടെ ലെങ്ത് ഇങ്ങനെ ഇഴഞ്ഞു വരുന്ന ഒരു പരുവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഞാൻ മണ്ഡപത്തിലോട്ടേക്ക് കയറിക്കഴിഞ്ഞ് ഇത്രയും ആൾക്കാരെ കാണുമ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കുന്നതാണ്. പക്ഷെ എന്താണെന്നറിയത്തില്ല, 9-ാം തീയതി തന്നെ ഏകദേശം ടെൻഷനൊക്കെ പോയി. പക്ഷെ എന്തൊക്കെയോ ഒരു സംഭവം ഉള്ളിലുണ്ട്. എന്താ എക്സാക്ട്ലി പറയേണ്ടത് എനിക്കറിയത്തില്ല. പക്ഷെ എന്തൊക്കെയോ ഒരു സാധനം ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാര്യം ഞാൻ മാക്സിമം എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ സ്റ്റേജ് പ്രോഗ്രാമിൽ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ആൾക്കാർ ഇത്രയും ക്രൗഡഡായിട്ട് കണ്ടേക്കണം. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ കയറുമ്പോൾ ഞാൻ ഭയങ്കര നെർവസാണ്. എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒന്നും അറിയത്തില്ല. അപ്പം ഇത്രയും ക്രൗഡ് നമ്മളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും. ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ അത്യാവശ്യത്തിലേറെ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂളായിട്ട് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. കല്യാണത്തിന് ഞാൻ പഠിച്ചൊരു പാഠവും കൂടിയായിരുന്നു കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് മിസ്ജഡ്ജ് ചെയ്യേണ്ട നമ്മൾ ആ ഒരു കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്തോളും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മണ്ഡപത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. അവിടെ തന്നെ പല പല കാര്യങ്ങളുണ്ടാവും. അതായത് കയറിയ ഉടനെ തന്നെ എല്ലാ ആൾക്കാർക്കും നമസ്കാരമൊക്കെ പറഞ്ഞു. നമ്മൾ നോർമലായിട്ട് പറഞ്ഞാൽ മാത്രം പോരാ, ക്യാമറാസിന് വേണ്ടിയിട്ട് 1-2 തവണ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ മിഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ തവണ മാറ്റി മാറ്റി പറയേണ്ടി വരും. അതല്ലാതെ നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി പോസ് കൊടുക്കണം. എല്ലാം നമ്മളുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടൈമായിരിക്കും. ഭയങ്കര ഹെക്റ്റിക്കായിരിക്കും. ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ടായി. പറഞ്ഞതുപോലെ തന്നെയും ഞാനും ഹരിയും ഓൾമോസ്റ്റ് 2020 തോന്നുന്നു 2020 അല്ല, ലാസ്റ്റ് ഇയർ ഹരിയുടെ ഏട്ടൻ്റെ കല്യാണത്തിന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് കണ്ടതിന് ശേഷം നമ്മളൊരു വലിയ ഗ്യാപ്പിന് ശേഷം ഓൾമോസ്റ്റ് 1 ഇയർ ആവാറായി കണ്ടിട്ട്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് കഥ പറയുന്നതിൻ്റെ ഇടയിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബാക്കിലാണെങ്കിൽ ക്യാമറ അല്ല മൈക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർക്കാതെയാണ് പല കാര്യങ്ങളും പറഞ്ഞത്. സായന്ത് എഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ത് കൂതറ വർത്താനമാടി നീ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. പക്ഷെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ കണ്ടപ്പോഴേക്കും ഒന്നും ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാതൊന്ന് കൂളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഞങ്ങളിങ്ങനെ പല പല കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ താലി മോതിരം കാര്യങ്ങളൊക്കെ പൂജിക്കുമായിരുന്നു. അതിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ആയിരിക്കുമല്ലോ നമ്മളുടെ നോർമൽ കല്യാണ ചടങ്ങിലോട്ടേക്ക് കടക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാണ് ഓരോരോരോ കാര്യങ്ങളും. അതും അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഭയങ്കര ഒരു നമുക്ക് നമ്മളുടെ ഓരോരോ ചടങ്ങുകളും നല്ല കൃത്യമായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെന്തിനാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരുന്നു നമ്മുടെ ഹോൾ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കല്യാണ തിരക്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ പറയാൻ പോലും ഞാൻ മറന്നുപോയി. അതായത് ഇൻ ബിറ്റ്വീൻ ഞാൻ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് റെക്കോർഡ് ചെയ്യണം, വ്ളോഗ് ചെയ്യണം എന്നുള്ള സാധനമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കംപ്ലീറ്റ് എന്ന് പറയുന്നില്ല, ഇനീഷ്യൽ ഞാൻ ഹായ് പറഞ്ഞു, അതിനുശേഷം ഞാൻ ആ മേക്കപ്പിൻ്റെ ചെറിയ രീതിയിൽ ക്ലിപ്പ് ഷൂട്ട് ചെയ്തല്ലോ, അത് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് ഒട്ടും ചെയ്യാനുള്ള ഒരു സമയവും സാവകാശവും കിട്ടിയിട്ടുണ്ടായില്ല. ഈ ഒരു ക്ലിപ്പൊക്കെ നിങ്ങൾ കാണുന്നത് ഞാൻ ലൈവ്, അതായത് നമുക്ക് കല്യാണ സമയത്ത് ലൈവ് ഉണ്ടായിരുന്നു, ആ ലൈവിൽ നിന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടിപ്പോൾ ഞാൻ വ്ളോഗായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. സപ്പോസ് നിങ്ങൾക്ക് ലൈവിൻ്റെ ഫുൾ ലിങ്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ഡാൻസിൻ്റെ, അതായത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി ലാസ്റ്റ് വീഡിയോൻ്റെ അടിയിൽ കമൻ്റായിട്ട് ഞാൻ ചോദിച്ചപ്പോഴേലും. അപ്പോൾ അത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ കൂട്ടത്തിൽ ഞാനിതും ലൈവ് ഞാൻ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ പറ്റുവാണെങ്കിൽ. എൻ്റെ ചാനലിലായിരുന്നില്ല ലൈവ്, ഞാൻ അതിനുള്ള അതായത് നമ്മളുടെ ചാനൽ ലൈവ് ഇടുമ്പോഴേലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, അതിനുള്ള സാവകാശം സമയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേറെ ചാനലിലായിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഞാനൊന്ന് ആ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ലൈവായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി നമ്മളുടെ കല്യാണത്തിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ നമ്മൾ രണ്ടാൾക്കാരും രണ്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ, അതായത് ഞാൻ വടകരയും അവൻ കോട്ടയം വൈക്കത്തുനിന്നും ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു ചടങ്ങിനും കാര്യങ്ങൾക്കും. അപ്പോൾ അതൊക്കെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ സൈഡിൽ മഞ്ഞച്ചരടല്ല. അപ്പോൾ മഞ്ഞച്ചരട് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്, കെട്ടുന്നത് മുൻപ് എനിക്കൊന്നും ഒരു തവണയും കണ്ടു, അല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞച്ചരട്ടിൽ താലി കെട്ടണം. കാര്യം എനിക്ക് കുറച്ചും കൂടെ തമിഴ് കൾച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ആ ഒരു സൈഡിലൊക്കെ ഇതേപോലെ മഞ്ഞച്ചരടലിൽ 3 മുടിച്ച് കെട്ടുക അങ്ങനെ എന്തോ ആണ്, എനിക്കറിയത്തില്ല എക്സാക്ട്ലി അത് തന്നെയാണ് പറയുക എന്നുള്ളത്. 3 കെട്ടുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോൺസെപ്റ്റാണ്. സോ സെയിം സാധനം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, നീ തന്നെ കെട്ടിയാൽ മതി, 3 കെട്ടും, വേറെ ആരെയും കൊണ്ട് കെട്ടിക്കാൻ സമ്മതിക്കേണ്ട, അതേപോലെ കെട്ടിയിട്ടുണ്ടായി. അതിനുശേഷം പിന്നെ കുറച്ച് ഫോട്ടോ പോസിംഗ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് കണ്ടു നോക്കുക. നല്ല അടിപൊളി കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താലി ഇട്ടതിന് ശേഷം നമ്മുടെ ഇങ്ങോട്ടേക്ക്, അതായത് ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് വടകര അല്ലെങ്കിൽ കാലിക്കറ്റ് സൈഡിൽ നമുക്ക് ഇതേപോലെ എക്സ്ട്രാ ഒരു മാല അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ സൈഡിൽ ഇതേപോലെ താലി ഇട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു മാല, അതായത് ഹാരമായിരിക്കാം അല്ലെങ്കിൽ നെക്ലേസ് ആയിരിക്കാം, മിഡ് ചെയിൻ ആയിരിക്കാം, എന്തോ ആവാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഇതേപോലെ ഇട്ട് തരുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട്. അത് അമ്മയായിരിക്കും ഇടുക. അപ്പോൾ അമ്മ എനിക്കത് ഇട്ട് തരുമായിരുന്നു. അതിനുശേഷം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ഇച്ചിരി പാടുപെട്ടു. കാര്യം എല്ലാത്തിൻ്റെയും ചരട് ഏകദേശം ഒരേ സൈഡിലാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഏതാണ് പിടിച്ച് വലിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് മാലയിട്ട് കൊടുത്തു. അതിനും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അങ്ങോട്ടേക്ക് ഫോട്ടോന് വേണ്ടിയിട്ടുള്ള പോസായിരിക്കും. പിന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ പോലെ, അതായത് കുറിമാറൽ പരിപാടി ഉണ്ടായിരുന്നു. അതല്ലാതെ നമുക്കിങ്ങനെ എൻഗേജ്മെൻറ്റ് പരിപാടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിങ്ങൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അതിനുശേഷം പുടവ കൈമാറി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാരിയുടെ കളറും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ സാരിയൊക്കെ വാങ്ങിച്ചു. സാരി വാങ്ങിച്ച് ഞാൻ വേഗം തന്നെ നമ്മളുടെ സാരി ഡ്രൈപ്പിസ്റ്റിൻ്റെ അടുത്ത്, അതായത് അവരവിടെ റൂമിൽ വെയിറ്റ് ചെയ്യായിരുന്നു, ഞാൻ എൻ്റെ കസിൻസിൻ്റെ അടുത്തും പറഞ്ഞ് ഏൽപ്പിച്ചു വെച്ചു, ഇന്നേപോലെ കൊണ്ട് കൊടുത്തോളൂ. ബിക്കോസ് ഇല്ലെങ്കിൽ നമ്മൾ പോകാൻ നേരത്ത് ഭയങ്കര ഹറിബറി ആയിട്ട് പോകേണ്ടി വരും. നമുക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടാവില്ല. ബിക്കോസ് എന്തായാലും ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ച ടൈമിൽ എത്താൻ വേണ്ടി പറ്റത്തില്ല. മാത്രമല്ല 6 മണിക്ക് ശേഷം അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ടൈമിൽ കയറി പോകണം അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 6 മണിക്ക് ശേഷം അങ്ങനെ നമ്മൾ വീട്ടിൽ കയറാൻ വേണ്ടി ഒരു പ്രത്യേകിച്ചൊരു ടൈം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷേങ്കിൽ നമുക്ക് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ടൈം ഉണ്ടായിരുന്നു 3 മണി. അതുകൊണ്ട് ആ ഒരു ടൈം ലൈനിൻ്റെ ഇടയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കണം, പിന്നെ നമുക്ക് ഡ്രസ്സ് മാറണം, അതല്ലാതെ നമ്മുടെ ഫോട്ടോസ് എടുക്കണം. അങ്ങനെ അത്യാവശ്യം കുറേയേറെ പരിപാടികൾ ഉണ്ടായിരുന്നു എൻ്റെ നടുവിൽ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഇടയിലായിരുന്നു, അതിൻ്റെ ഒക്കെ ഹറിബറിയൊക്കെ ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ ഫോട്ടോസ് ഈ പറഞ്ഞതുപോലെ എല്ലാ ഫോട്ടോസ് പറ്റുവാണെങ്കിൽ, എല്ലാ ഫോട്ടോസ് എന്തായാലും പറ്റത്തില്ല, എന്തായാലും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ഞാൻ എന്നും അങ്ങോട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറച്ചായിട്ട് പോസ്റ്റ് ചെയ്യാം. ബിക്കോസ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി എവിടെ ബാക്കിയുള്ള ഫോട്ടോസ് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയും കഴിഞ്ഞ ശേഷം നമ്മളുടെ എന്താ പറയുക, ഈ അനുഗ്രഹം പരിപാടി ഒരു വട്ടവും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് തനിയായിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ട് ഒരു വട്ടവും കൂടി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേലും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പോയി. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മ കരയുന്നു. ബിക്കോസ് അമ്മ ഭയങ്കരമായിട്ട് എല്ലാം ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്.
അപ്പോൾ ഏകദേശം അമ്മയുടെ ഞാനും അനുഗ്രഹം വായിക്കുമ്പോൾ ഞാനും ആരുടെ മുഖവും നോക്കുന്നുണ്ടായിരുന്നില്ല. കാര്യം എനിക്കും അറിയാം ഞാൻ എപ്പോഴും ആരെങ്കിലും ചെറുതായിട്ടൊന്ന് കരഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർത്താൻ വേണ്ടി പറ്റത്തില്ല, ഞാനും പൊട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് കണ്ടപ്പോഴാണ് അമ്മയുടെ ഈ കരച്ചിലും കാര്യങ്ങളും. ഒബ്വിയസ്ലി കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാകും. ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ, അതായത് ഇൻ ദ സെൻസ് ഇങ്ങനെ ഞാൻ അമ്മ കരയുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ അനിയൻ കരയുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ അനിയന്മാർ കരയണമെന്ന്. അനിയന്മാർ രണ്ടാളില്ല, ഒരാളെ കരഞ്ഞിട്ടുള്ളൂ. ഒരാൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായി, ഇങ്ങനെയൊക്കെ ആയിരിക്കും, കുഴപ്പമില്ല, അവൾ എന്തായാലും നമുക്കിങ്ങ് വരുമല്ലോ എന്ന്. പക്ഷേ ഒരാൾ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി. ഒരു 1-2 ദിവസമൊക്കെ എടുത്തു അവനൊന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട്. കാര്യം ഞങ്ങളാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, നമ്മൾ ഭയങ്കര ആഗോള തലത്തിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ ഒബ്വിയസ്ലി മിസ് ചെയ്യും. അവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറ് മിസ്സ് ചെയ്യത്തില്ല ഞാൻ നിന്നെ എന്നൊക്കെയാണ്. ഇപ്പോഴും അവനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. എപ്പോഴാണ് വരുന്നത് 100 വട്ടം വിളിക്കുമ്പോൾ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ എൻ്റെ കസിൻസാണ്. കൂടെ എൻ്റെ അനിയനും കൂടെ ബാക്കിലുണ്ട്. ഇതെൻ്റെ മാമനാണ്, ഇതെൻ്റെ അമ്മായി. പിന്നെ എൻ്റെ അമ്മേനിങ്ങനെ നിന്ന് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ തമാശയൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ചെറിയൊരു മൊമെൻറ്റ്സ് ആണ് കേട്ടോ. പിന്നെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോഴേലും ഓക്കെ ആയി. ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കും എപ്പോഴാണ് വരുന്നത്, നാട്ടിലെപ്പോഴാണ്. ഇപ്പം ഞാൻ നാട്ടിലില്ല, എവിടെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ വൈകാതെ തന്നെ ഞാൻ വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ഇത് മേഘ, ഇത് ബാമൻ, ഇത് അമ്മായി, ഇത് അമ്മ. ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേലും ഏകദേശം എൻ്റെ അമ്മ ഓക്കെ ആയിട്ടുണ്ടായി. ബിക്കോസ് കാര്യങ്ങളൊക്കെ ഒന്നൊന്ന് സെറ്റിലാവുമല്ലോ അങ്ങനെ. അപ്പോൾ അന്നേരം എടുത്തിട്ടുണ്ടായിരുന്ന പിള്ളേരെടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസാണ് ഇതൊക്കെ. അല്ലാണ്ട് എനിക്ക് കിട്ടത്തില്ല ലൈവിൽ ഈ ഒരു രീതിയിലെ മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ ഒക്കെ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ ഇളയമ്മയാണ്, ഇതെൻ്റെ അച്ഛമ്മയുടെ ചേച്ചിയാണ്. അപ്പം എല്ലാവരുടെ അനുഗ്രഹം ഒരു വട്ടവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ ആ സൈഡിൽ നിൽക്കുന്ന വെള്ളയാണ് സായന്ത്. അവനാണ് ഓൾ ഇൻ ഓൾ. അവൻ ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളൊരു സാധനം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല, ചുമ്മാ പറയണല്ല. ബിക്കോസ് അവനായിരുന്നു ഒരു ഏട്ടൻ നിന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ എനിക്ക്, അതൊക്കെ അവൻ ചെയ്തിട്ടുണ്ടായി. എല്ലാ സൈഡിലും ഓടാനും അവർ റെഡിയായിരുന്നു, എല്ലാം അറേഞ്ച് ചെയ്ത് തരാനും അവർ റെഡിയായിരുന്നു. ഇതൊന്നും അല്ലാതെയും ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് എല്ലാം കൊണ്ടും എനിക്ക് അവനുള്ളതുകൊണ്ട്, അവനും കീർത്തിയും ഉള്ളതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു 50% മാത്രമേ ഞാൻ എൻ്റെ തലയിൽ വെക്കേണ്ട വന്നിട്ടുള്ളൂ. ബാക്കി 50-50 അവർ ഡിവൈഡ് ചെയ്തിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവർ എടുത്തിട്ടുണ്ടായിട്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വേണം നമ്മുടെ കല്യാണത്തിന്. ഇല്ലെങ്കിൽ എല്ലാ പ്രഷറും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതെൻ്റെ കോളേജിലൊപ്പം പഠിച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. നിതിൻ, അരുൾ, രാജ, അഖിൽ, അജി, രഞ്ജിത്ത്. ഇവരുടെ അടുത്തൊക്കെ ഓൾറെഡി ഞാൻ കുറേ നാൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കല്യാണം വരുന്നത് വർക്കിംഗ് ഡേയ്സ് ആണല്ലോ. അപ്പോൾ എന്തായാലും എനിക്കറിയാം ഓഫ് കിട്ടത്തില്ല, ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് ലീവ് എടുത്തിട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 1-2 ആൾക്കാർക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. അതല്ലാതെ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായി. ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ അടുത്ത് എനിക്ക് ഒരുപാട് മൊമെൻറ്റ്സ് ഒന്നും ഷെയർ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു എന്താ പറയുക 2-3 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി പറ്റി. അപ്പോഴേലും പിന്നെ അടുത്ത ഫോട്ടോസ് എടുക്കണം, 3 മണിക്ക് പോകണം, ആ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹായ് ബായ് പറഞ്ഞിട്ട് പോകേണ്ടി വന്നു. എന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ തന്നെയും 2 ദിവസം ലീവൊക്കെ ആയിട്ട് വന്നിട്ട് എൻ്റെ കല്യാണത്തിന് അടിച്ച് പൊളിച്ച് പോയിട്ടുണ്ടായി. ഞാൻ ഇവരുടെ അടുത്തും ഞാൻ എന്താ പറയുക ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. 2 ദിവസമൊക്കെ ഇപ്പോൾ ലീവാക്കി വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബസ്ഥർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇച്ചിരി പാടാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റിലായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇച്ചിരി പാടാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും വാല്യൂ ചെയ്യുന്നു. ഇതെൻ്റെ അളാഷനാണ്. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ലൈക്ക് എൻ്റെ ലൈഫിൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, സയ്യിദാണ്. അവൻ പറഞ്ഞതുപോലെ തന്നെയും 2 ദിവസം അവനുണ്ടായിരുന്നു. തലേന്നും ഉണ്ടായിരുന്നു, കല്യാണത്തിന് അന്നും ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നേരത്ത് അവൻ താമസിച്ചിട്ടുണ്ടായിരുന്ന ഹോട്ടലൊക്കെ കയറിയിട്ട് നമ്മൾ കുറച്ച് നേരം, അപ്പോഴാണ് ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെയും ഇതേപോലെ ഹായ് ബായ് പറയേണ്ട ഒരവസ്ഥയായിരുന്നു. കാര്യം ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മളുടെ 3 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ ടൈമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് നേരം ഉണ്ടാവുമല്ലോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിട്ടുണ്ടായി. ആ ഒരു ടൈമിൽ കയറിയിട്ട് അവൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു, കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവനും രാത്രി 7 മണിക്കോ 8 മണിക്കോ എങ്ങാണ്ടായിരുന്നു ബസ്, അങ്ങനെ എന്തോ. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴേലും അവനും ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ്റെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ആ ഒരു ടൈം ആയപ്പോഴേലും സമയം കിട്ടി. സാൻജോ അങ്കിള്, എനിക്ക് 2 ആൾക്കാരെ കൂടെ മിസ് ചെയ്തിട്ടുണ്ട്, മറിയയും ആൻറ്റിയും. ഞങ്ങളെല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് ഒരു ഫാമിലി പോലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് കോയമ്പത്തൂരുള്ള ടൈമിൽ. ഞാൻ കോയമ്പത്തൂരായിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ അവിടെ ആയിരുന്നു, ആർമിയിലായിരുന്നു വർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഏകദേശം മിക്ക ടൈമിൽ ഈവനിങ് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴും ഇവരുടെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം നമ്മൾ ഒരുമിച്ചായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു.
പക്ഷേ മറിയയ്ക്ക് എക്സാം ആയതുകൊണ്ട് അവൾക്ക് വരാൻ വേണ്ടി പറ്റില്ല. ഇതെൻ്റെ മൂത്തശ്ശനും മൂത്തമ്മയാണ്, ഇന്ദിര മൂത്തമ്മയും ഗംഗാര മൂത്തശ്ശനും. സോ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ ഫുഡ് അടിക്കാനൊക്കെ പോയിട്ടുണ്ടായി. ഇൻ ബിറ്റ്വീൻ കീർത്തിക്ക് ഈവനിങ് 3:30 അങ്ങനെ എങ്ങാണ്ടായിരുന്നു ട്രെയിന്. അപ്പോൾ അവളും വേഗം ഫുഡൊക്കെ അടിച്ചിട്ട് അവൾ സെറ്റായിട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴേലും റിയാലിറ്റി ചെക്ക് എന്നുള്ള രീതിയിൽ ആരോ എന്തോ ചോദിച്ചു. പിന്നെ ഞാൻ എന്തെല്ലോ ആലോചിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മളുടെ സെക്കൻഡ് ലുക്ക്. ഞാൻ ഒരുപാട് ഓർണമെൻറ്റ്സോ കാര്യങ്ങളോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പോകാൻ നേരത്ത് കാര്യം ട്രാവൽ ചെയ്യണം, നമുക്ക് എന്തായാലും ഇത്രയും സ്വർണ്ണം ഇട്ടിട്ട് അങ്ങ് വടകര തൊട്ട് വൈക്കം വരയ്ക്കും പോകാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം റിസ്ക്കാണ്. അപ്പം നമ്മൾ ആകെ ഇത് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അടുത്തൊരു ട്വിസ്റ്റാണ്. ഞാൻ പോകാൻ നേരത്ത് എനിക്കറിയാം കരയും, പക്ഷേ എന്നാലും എന്നെയും കൊണ്ട് പിടിച്ചു വെക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അത്രയും നേരം എവിടെയൊക്കെ എൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, അവിടെ നിന്നൊക്കെ ഞാൻ എവിടെ നിന്നൊക്കെയോ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മൈൻഡ് മാറ്റിയിട്ടുണ്ടായി. പക്ഷേ ഇവിടെ എനിക്ക് ഓരോരോ സ്പോട്ടിലും ഞാൻ അച്ഛമ്മയുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് വന്നു, ഞാൻ തിരിച്ചത് ഹോൾഡ് ചെയ്തു. കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഓരോരുത്തരടുത്തും പോവാണ് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോഴേലും പിന്നെ എനിക്ക് രാജ്യമായി കരഞ്ഞപ്പോഴേലും എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ എനിക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ പെട്ടെന്ന്, അതായത് ഹായ് പറഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ ഹായ് പറഞ്ഞിട്ട് എല്ലാം ഒരുമിച്ച് പറഞ്ഞിട്ട് പോവാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേങ്കിൽ അതങ്ങോട്ട് ഞാൻ വിചാരിച്ച പോലെ, അതായത് ഞാൻ ആരുടെ അടുത്തും കൂടുതൽ സംസാരിക്കുന്നുണ്ടാവില്ല, എനിക്കറിയാം കരഞ്ഞു പോകുന്നു. പക്ഷേങ്കിൽ അമ്മായി ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴേലും കഴിഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ ഓരോരുത്തരടുത്തും പോയി പറയാമെന്നൊക്കെ വിചാരിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലും നടുവിൽ ഞാൻ എന്നെയും കൊണ്ട് ഇത് കൂടുതൽ വഷളാവത്തില്ലൂ എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കുറേയൊക്കെ പെട്ടെന്ന് എന്താ പറയുക ഒഴിവാക്കിയിട്ട് ഞാൻ വേഗം പോയി വണ്ടിയിൽ കയറിയിരുന്നു. പിന്നെ വണ്ടിയൊക്കെ കയറി നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേലും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവിടുന്ന് നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായിരുന്ന ഹരിയുടെ അതായത് ഹരിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ഹോട്ടലിലായിരുന്നു. അവിടുന്ന് അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയിട്ട് നമ്മൾ അവിടുന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി ഈ ഒരു ഔട്ട്ഫിറ്റിൽ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒരു 4:35 ഒക്കെ ആകുമ്പോഴാണ് വടകരയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വൈക്കം എത്തിയത് എനിക്ക് തോന്നുന്നു 1 മണിക്കോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ മെല്ലെ വളരെ കൂളായിട്ട് എത്ര സ്ലോ ആയിട്ട് പോകാൻ പറ്റും അത്രയും സ്ലോ ആയിട്ട്, എവിടെയും നമ്മളൊരു റഷോ കാര്യങ്ങളൊന്നും ഇല്ല, അതായത് നമ്മൾ റഷാക്കാണ്ട് നമ്മൾ സ്ലോ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരൊക്കെയും കൂടിയിട്ട്, അതായത് എൻ്റെ കസിൻസൊക്കെയും കൂടിയിട്ട് കീർത്തിനെ കൊണ്ടുവിടാൻ വേണ്ടി പോകണം. ഞാൻ പറഞ്ഞ പോലെ അവരുടെ ട്രെയിനായിരുന്നു ഈവനിങ്, അപ്പോൾ അതിന് കൊണ്ടുവിടുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തായാലും നാളെ റിസപ്ഷൻ ടീം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം.